ആഭ്യന്തര വിപണിയിൽ പഞ്ചസാരയുടെ വില കുതിച്ചുയരുന്നു. വില കൂടുന്ന സാഹചര്യത്തിൽ ഇന്ത്യ പഞ്ചസാരയുടെ ഇറക്കുമതി തീരുവ ഒഴിവാക്കി. ഇപ്പോൾ ഇന്ത്യയിലേക്ക് പഞ്ചസാര കയറ്റുമതി ചെയ്യാൻ അനുമതി തേടി പാക് വ്യവസായികൾ രംഗത്ത്. ഇതൊരു രാജ്യങ്ങൾക്കുമിടയിൽ പുതിയ നീക്കം ഉണ്ടാകുമോ എന്നാണ് ചർച്ചകൾ നടക്കുന്നത്. ഓണക്കാലത്ത് പഞ്ചസാരയ്ക്ക് വില കുതിക്കുകയാണ്. ഇത് ജനങ്ങൾക്കിടയിൽ വലിയ അമർഷത്തിന് കാരണമായിട്ടുണ്ട്. പഞ്ചസാര കിലോയ്ക്ക് 75 രൂപ വരെ എത്തിയിരിക്കുന്നു. അധികം വേഗാതെ 100 രൂപയിലേക്ക് എത്തുമെന്ന് തന്നെയാണ് കണക്കുകൂട്ടൽ. ഓഗസ്റ്റ് 7 ശേഷം പഞ്ചസാരയുടെ വിലയിൽ ഏകദേശം 20% വർധനവാണ് രേഖപ്പെടുത്തുന്നത്. അതായത് കഴിഞ്ഞ 12 ദിവസത്തിനിടയിലാണ് വില ഇത്രയും ഉയർന്നു കുതിച്ചത്. 19% മുതൽ 21% വരെ വിലവർധനവുണ്ടായതായി വ്യാപാരികളും പറയുന്നു. ഇത് വലിയ തിരിച്ചടിയായിരിക്കുകയാണ് സാധാരണ ജനങ്ങൾ. അധിക ഉൽപാദനവും വൻ കയറ്റുമതിയും പ്രതീക്ഷിച്ചിരുന്ന സീസണിലുണ്ടായ വ്യതിയാനവും കണക്കുകൂട്ടലുകൾ പൂർണ്ണമായും തെറ്റിച്ച കടുത്ത പഞ്ചസാര ക്ഷാമത്തിലേക്കാണ് കാര്യങ്ങൾ നയിച്ചത്. പ്രധാന മെട്രോ നഗരങ്ങളിലെല്ലാം 2 ആഴ്ചയ്ക്കുള്ളിൽ മാത്രം പഞ്ചസാരയുടെ ചില്ലറവില ഞെട്ടിച്ചിരുന്നു. മഹാരാഷ്ട്രയിലും കർണാടകയിലും കനത്ത മഴയാണ് പെയ്തത്. അതിനിടയിൽ വിളകൾക്കുണ്ടായ കീടബാധയും കൃഷിയിടങ്ങളിലെ വെള്ളക്കെട്ടും എന്നിവ കാരണം കരിമ്പ് ഉൽപാദനം കുറഞ്ഞതും പഞ്ചസാര വിലയെ സ്വാധീനിച്ചു. അതുമാത്രമല്ല, കേന്ദ്ര സർക്കാരിന്റെ പുതിയ കണക്കനുസരിച്ച് ഈ വർഷത്തെ ആകെ ഉൽപാദനം 3 കോടി ടണ്ണായി കുറഞ്ഞുവെന്നും പറയുന്നുണ്ട്. അങ്ങനെ വലിയ തരത്തിലുള്ള മാന്ദ്യം തന്നെയാണ് പഞ്ചസാരയിൽ കാണിക്കുന്നത്. അതേസമയം ആഭ്യന്തര വിപണിയിൽ വില കുതിച്ചിരുന്ന സാഹചര്യത്തിൽ ഇന്ത്യ പഞ്ചസാരയുടെ ഇറക്കുമതി തീരുവ ഒഴിവാക്കിയിരുന്നു. ഇതിനു പിന്നാലെ തങ്ങളുടെ പക്കലുള്ള അധിക സ്റ്റോക്ക് ഇന്ത്യയിലേക്ക് കയറ്റുമതി ചെയ്യാൻ അനുവദിക്കണമെന്ന് പാക് സർക്കാരിനോട് ആവശ്യപ്പെട്ട് പാകിസ്ഥാനിലെ പഞ്ചസാര വ്യവസായികൾ രംഗത്ത് വന്നിരിക്കുകയാണ്. നമുക്കറിയാം, വർഷങ്ങളായി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര ബന്ധം മരവിച്ചു കിടക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് പുതിയ അപ്രതീക്ഷിത നീക്കം പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത്. എന്നാൽ വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിനായി 2026 ഒക്ടോബർ 31 വരെ 10 ലക്ഷം മെട്രിക് ടൺ അസംസ്കൃത പഞ്ചസാര തീരുവയില്ലാതെ ഇറക്കുമതി ചെയ്യാൻ കേന്ദ്ര സർക്കാർ അനുമതി നൽകിയിരുന്നു. വർഷങ്ങളായി ഇറക്കുമതി നിയന്ത്രണങ്ങളുണ്ടായിരുന്ന ഇന്ത്യൻ വിപണിയിലെ സുപ്രധാന മാറ്റം കൂടിയാണിത്. ഇതിനു പിന്നാലെയാണ് പാക് മില്ലുകളിൽ കെട്ടിക്കിടക്കുന്ന അധിക പഞ്ചസാര ഇന്ത്യയിലേക്ക് കയറ്റുമതി ചെയ്യാൻ വഴിയൊരുക്കണമെന്ന് പാകിസ്ഥാൻ ഷുഗർ മിൽസ് അസോസിയേഷൻ പാക് സർക്കാരിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. എങ്കിലും ഇരു രാജ്യങ്ങളുടെയും ഭാഗത്തുനിന്നുള്ള സുപ്രധാനപരമായ തീരുമാനങ്ങൾ ഉണ്ടായാൽ മാത്രമാണ് ഇത്തരത്തിലുള്ള ഒരു വ്യാപാരം നടക്കുകയുള്ളൂ. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.